PSC ടോക്സിന്റെ മെമ്മറി ട്രിക്സ് ആൻഡ് കോഡ്സ് എന്ന സെഗ്മെന്റിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. വരുന്ന VEO LDC എക്സാമിനേഷനുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പാഠഭാഗം ഇന്ന് മാത്സിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കലണ്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ PSC ആവർത്തിച്ച് ചോദിക്കാറുള്ള 2 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. ശ്രദ്ധിക്കാം. കലണ്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യം, 2007 കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏത് എന്ന് പറഞ്ഞാൽ 2007 കലണ്ടർ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ മടക്കി സുരക്ഷിതമായി വെക്കണം. വീണ്ടും ആ കലണ്ടർ ഉപയോഗിക്കാവുന്ന ഒരു വർഷം ഉടനെ വരുന്നുണ്ട്. ആ വർഷം ഏതാണ്? 2007 കലണ്ടർ ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം ഏതാണ്? തൊട്ടടുത്ത വർഷം 2007 കലണ്ടർ ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം ഏത്? ഇതാണ് PSCയുടെ ചോദ്യം. 2007 കലണ്ടർ ഉപയോഗിക്കാവുന്ന തൊട്ടടുത്ത വർഷം കണ്ടുപിടിക്കാൻ ട്രിക്ക് ഇതാണ്. 2007 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2007 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20 5 പ്രാവശ്യം 4 5 പ്രാവശ്യമുണ്ട്, 20 കിട്ടും. അപ്പോൾ 0, അടുത്ത 0 ഇറക്കുന്നു, പോകുന്നില്ല, 0 എഴുതുന്നു, അടുത്ത 7 എഴുതുന്നു, ഒരു തവണ 4 ശിഷ്ടം 3 വന്നു. നമുക്ക് നോക്കാം. 2007 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ശിഷ്ടത്തെ നമ്മൾ നോക്കുക. ശിഷ്ടം ഇവിടെ എത്രയാണെന്ന് നമ്മൾ എഴുതി വെക്കണം. ശിഷ്ടം സമം 3. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാവുന്ന ശിഷ്ടങ്ങളാണ് ഒന്നുകിൽ 0 ശിഷ്ടമായി വരാം. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാവുന്ന ശിഷ്ടങ്ങൾ 1 0 പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഒരു നമ്പറിനെ 4 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനെ ശിഷ്ടം 0 ആയിരിക്കും. 1 ശിഷ്ടമായി വരാം. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1 വരാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാവുന്ന മറ്റൊരു ശിഷ്ടമാണ് 1. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാൻ സാധ്യതയുള്ള മറ്റൊരു ശിഷ്ടമാണ് 2. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാവുന്ന മറ്റൊരു ശിഷ്ടമാണ് 3. ഈ 4 സംഖ്യകളാണ് ശിഷ്ടമായി കിട്ടാൻ സാധ്യതയുള്ള സംഖ്യകൾ. 2007 ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ശിഷ്ടം 3. ശിഷ്ടം 0 കിട്ടിയിരുന്നതെങ്കിൽ ഈ കലണ്ടർ 28 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കും. ഒരു വർഷത്തെ 4 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിഞ്ഞാൽ ശിഷ്ടം 0. അങ്ങനെയാണ് 0 ശിഷ്ടമായി വന്നാൽ, ഒരു വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം 0 വന്നാൽ ആ കലണ്ടർ 28 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കും. ഒരു വർഷത്തെ 2007 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 3 വന്നത്. 1 വന്നിരുന്നതെങ്കിൽ അത് ആ കലണ്ടർ 6 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കും. എന്നാൽ ശിഷ്ടം 2 3 ആണ് വരുന്നതെങ്കിൽ ആ കലണ്ടർ 11 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കും. ഓർത്തു വെക്കണം, ഒരു വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വന്നാൽ, ഒരു വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വന്നാൽ ആ കലണ്ടർ 28 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കപ്പെടും. ഒരു വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വന്നാൽ ആ കലണ്ടർ 6 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കും. ഒരു വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 3 വന്നാൽ ആ കലണ്ടർ 11 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കും. ഇവിടെ നോക്കാം, 2007 ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ശിഷ്ടം 3 ആണെങ്കിൽ ആ കലണ്ടർ 11 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കും. അങ്ങനെ വരുമ്പോൾ 2007 പ്ലസ് 11 8 കിട്ടുന്നു, 1 കിട്ടുന്നു, 0 കിട്ടുന്നു, 2 കിട്ടുന്നു. 2018 ഈ കലണ്ടർ വീണ്ടും ആവർത്തിക്കും. 2007 കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ചോദിച്ചാൽ ഞാനും നിങ്ങളും ഒരേ സ്വരത്തിൽ ഉത്തരം പറയും, അത് 2018 2007 കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം അത് 2018. ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു ചോദ്യം ചെയ്യാം. 2009 കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏതാണ്? നിങ്ങൾക്ക് ഒരു പേനയും പേപ്പറും എടുത്ത് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താം. 2009 കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏതാണ്? ഓർത്തു വെക്കണം, വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന ശിഷ്ടം 0 ആണെങ്കിൽ 28 വർഷങ്ങൾക്ക് ശേഷം ഈ കലണ്ടർ ആവർത്തിക്കും. 1 കിട്ടുന്നതെങ്കിൽ 6 വർഷങ്ങൾക്ക് ശേഷം ഈ കലണ്ടർ ആവർത്തിക്കും. 2 3 കിട്ടിയാൽ ഈ കലണ്ടർ 11 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കലണ്ടറിലെ സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം.
1999 ഡിസംബർ 31 ഏത് ദിവസമായിരുന്നു? PSC ചോദിച്ച ഒരു ചോദ്യമാണ്. 1999 ഡിസംബർ 31 ഏത് ദിവസമായിരുന്നു? നോക്കാം ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക്. വേറെ ഒരു ക്ലൂവും തന്നിട്ടില്ല. 1999 എന്ന് പറഞ്ഞ വർഷത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ആ വർഷം ഡിസംബർ 31 എന്ന് പറഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത് ഏതാഴ്ചയായിരുന്നു? തിങ്കളാണോ, ചൊവ്വയാണോ, ബുധനാണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷനുകൾ കാണും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ PSC ടോക്സിൻ്റെ ട്രിക്ക് ആൻഡ് കോഡിൽ നമ്മൾ പഠിപ്പിച്ചു തരുന്ന കാര്യം ഇതാണ്. 2000 എന്ന് പറയുന്നൊരു വർഷമുണ്ട്. 2000 എന്ന് പറയുന്ന വർഷത്തിലെ ജനുവരി മാസം 1-ാം തീയതി ഒരു ശനിയാഴ്ച ആയിരുന്നു. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. 2000 എന്ന് പറയുന്ന വർഷത്തിലെ ജനുവരി 1 ഒരു ശനിയാഴ്ചയായിരുന്നു. പഠിക്കണം, ഇതൊരു പ്രധാന പോയിന്റാണ്. 2000 എന്ന് പറയുന്ന വർഷത്തിലെ ജനുവരി 1 ഒരു ശനിയാഴ്ചയായിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ 2000 ഒരു നൂറ്റാണ്ടാണ്. 2000 ഒരു നൂറ്റാണ്ടാണ്. നൂറ്റാണ്ടിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നൂറ്റാണ്ടുകൾ ശനിയാഴ്ച ദിവസം മാത്രമേ തുടങ്ങൂ എന്നൊരു കാര്യം കലണ്ടറിലെ ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഒരു പ്രപഞ്ച സത്യമായി നിൽക്കുന്നു കലണ്ടറിനെ സംബന്ധിച്ചിടത്തോളം. എന്താ ഞാൻ പറഞ്ഞത്? നൂറ്റാണ്ടുകൾ, ഇതൊരു നൂറ്റാണ്ടാണ്. നൂറ്റാണ്ടുകളിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നൂറ്റാണ്ടാണ്. നൂറ്റാണ്ടുകളിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നൂറ്റാണ്ടാണ് 2000. നൂറ്റാണ്ടുകളിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നൂറ്റാണ്ടുകൾ ശനിയാഴ്ച ദിവസം മാത്രമേ തുടങ്ങൂ. ശനിയാഴ്ച ദിവസം മാത്രമേ തുടങ്ങൂ. ശനിയാഴ്ച തുടങ്ങി ആ വർഷം ഞായറിൽ അവസാനിക്കും. ശനിയാഴ്ച ദിവസമാണ് 2000 ജനുവരി 1. എന്തുകൊണ്ട്? നൂറ്റാണ്ടാണ്, 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നൂറ്റാണ്ടുകൾ ശനിയാഴ്ച ദിവസം തുടങ്ങി ഞായറാഴ്ച ദിവസം അവസാനിക്കും എന്ന് കലണ്ടറിലെ ഒരു പ്രധാന ഫാക്റ്റ് ഉണ്ട്. അത് പ്രകാരമാണ് ഞാൻ 2000 ജനുവരി 1 ശനി എന്ന് എഴുതിയത്. 2000 ജനുവരി 1 തലേ ദിവസം എന്ന 1999 അല്ലയോ? ഡിസംബർ 31. അപ്പോൾ അന്ന് ശനിയാണെങ്കിൽ തലേ ദിവസം വെള്ളിയാണ്. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വെള്ളിയാഴ്ചയാണ്. 1999 ഡിസംബർ 31 ഏത് ദിവസമായിരുന്നു എന്ന് ചോദിച്ചാൽ തെറ്റാതെ ഒരു ആശങ്കയും കൂടാതെ നമ്മൾ ഉത്തരം പറയും, അതൊരു വെള്ളിയാഴ്ച ആയിരുന്നു എന്ന്. മെമ്മറി ട്രിക്സ് ആൻഡ് കോഡ്സ് എന്ന് പറയുന്ന സെഗ്മെന്റിലെ കലണ്ടർ എന്ന് പറയുന്ന വിഭാഗത്തിലെ ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.